ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വീട് കണ്ടിട്ട് വരാട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇന്ന് ഈ വീട് കാണുമ്പോൾ. അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. ഈ ഒരു ചെറിയ പ്രായത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത്രയും വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞല്ലോ. അത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. കൂടാതെ തന്നെ അവരുടെ ബാക്കിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥന ആഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ റൂമൊക്കെ ഒന്ന് കയറി കണ്ടു. താഴെയും 2 ബെഡ്റൂം, അപ്സ്റ്റെയറും 2 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ ബാൽക്കണിയും ഉണ്ട് കേട്ടോ. താഴെ ഫംഗ്ഷന് വേണ്ടി പന്തലിട്ടത് കൊണ്ടാണ് കേട്ടോ താഴേക്കുള്ള വ്യൂ കിട്ടാതെ പോയത്. മേലെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ് കേട്ടോ ഞാൻ. ഇവിടെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെയും വാൾ പെയിൻ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാല് കാച്ചലൊക്കെ ഓൾറെഡി കഴിഞ്ഞതായിരുന്നു കേട്ടോ. ഇന്ന് ഈവനിങ് ആണ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ഫംഗ്ഷനൊക്കെ അല്ലേ ഫാമിലി എല്ലാവരും ഒത്തുകൂടുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ സംസാരിച്ചിരിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ വീട്ടിൽ ആളെ കാണിച്ചില്ലായിരുന്നു അല്ലേ. ഇതാണ് കേട്ടോ വീട്ടിലെ ആള്. അച്ഛൻ്റെ പെങ്ങളെ വീടാണ് കേട്ടോ ഇത്. അങ്ങനെ അമ്മേനോട് മേമ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, നിങ്ങൾ വളരെ നേരത്തെയാണ് വന്നത്, കുറച്ച് നേരത്തെ വരണ്ടേന്നൊക്കെ. അങ്ങനെ പരാതി പറയലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ വർക്ക് ഏരിയ. വർക്ക് ഏരിയ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉള്ളൊരു വർക്ക് ഏരിയ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വർക്ക് ഏരിയനോട് ചേർന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബിരിയാണിക്കുള്ള ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിനും ഇവർ തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ താഴെയുള്ള വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ, രമ്യ ചേച്ചീൻ്റെ വീട്ടിലേക്ക്. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പന്തൽ കെട്ടിയത് കൊണ്ടാണ് മുകളിലേക്കുള്ള വ്യൂ ഒന്നും കാണിക്കാതിരുന്നത്. പിന്നെ ഇവിടെ സാമ്പാറൊക്കെ റെഡി. വൈകുന്നേരം ആയപ്പോഴേക്കും ഫംഗ്ഷനുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിനയ ചേച്ചീൻ്റെ അമ്മയും ചേച്ചിയൊക്കെയാണ് കേട്ടോ ചായ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരിവിടെ അടുക്കളയിൽ തിരക്ക് പിടിച്ച പരിപാടിയാണ്. വരുന്നവർക്കൊക്കെ ചായ. വൈകുന്നേരം ചായേൻ്റെ സമയമായപ്പോഴത്തേക്കും പെട്ടെന്നൊരു തിരക്കായിപ്പോയി കേട്ടോ എല്ലാവർക്കും കൂടിയിട്ട്. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചങ്ങോട്ട് എല്ലാം വേഗം തീർത്തേ. വിനയ ചേച്ചി കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളല്ല, പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളാണ്. അതൊക്കെ ഓരോന്ന് നിറച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ കണ്ടെയ്നറുകളൊക്കെ വാങ്ങിയിരിക്കുന്നത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ. നല്ല വിലക്കുറവാണ്, അഫോർഡബിൾ ആയിട്ടുള്ള. ക്വാളിറ്റിൻ്റെ കാര്യം പറയാതിരിക്കാനും വയ്യ കേട്ടോ. നമ്മൾ പിടിച്ച് അമർത്തി അത് ചളുങ്ങുന്നൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ചായയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ മാത്രമല്ല കേട്ടോ, ചവിട്ടികളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കിട്ടുന്ന ലിങ്കൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം വൈകുന്നേരം ആയി തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും ഫംഗ്ഷന് വേണ്ടിയിട്ട് വിനയ ചേച്ചിയും വാവയും ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. 2 പേരുടെ ഡ്രസ്സും അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതാ ചായക്കുള്ള കടികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിയാണ്. അങ്ങനെ വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ചു, ദമ്മ് പൊട്ടിച്ച് ബിരിയാണി കൊടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ബിരിയാണി വെക്കുന്ന ചേട്ടൻ ചോദിക്കുകയാണ്, വീഡിയോ എടുക്കണമെങ്കിൽ ആദ്യം വരണ്ടായിരുന്നോ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യില്ലായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. അങ്ങനെ ഇതാ ലൈറ്റൊക്കെ ഇട്ടു, എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ. പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് വന്നിരുന്നു, നമ്മളെ പരിചയമുള്ളവരൊക്കെ. ഫുഡ് കഴിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞങ്ങളിവിടെ വർക്ക് ഏരിയയിൽ വന്നിട്ട് നല്ല കഥയാണ് കേട്ടോ. നല്ല അടിപൊളി വൈബുള്ളൊരു അമ്മയാണ് ഇത്. എനിക്കും മീര ചേച്ചിക്കും കുറേ നാടൻ വിഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. നമ്മുടെ സ്വന്തം വടുകുണ്ടാക്കാനും കൂടാതെ തന്നെ വാഴപ്പിണ്ടി കൊണ്ട് പച്ചടി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നേ. അങ്ങനെ ഞാനും മീര ചേച്ചിയും കുക്കിങ്ങിൽ PhD എടുത്തു കേട്ടോ. പിന്നെ ഇതാ മോളെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ അവളെല്ലാവരെയും കണ്ടതുകൊണ്ട് നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ആളുകളൊക്കെ വന്നു പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ ആയിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ.